വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസും നസീറും വാപ്പയും കൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ മുകളിലേക്ക് സുബൈദ് ഇങ്ങനെ ചായയുമായിട്ട് വരുന്നുണ്ട്. അന്നേരമേ നസീറിൻ്റെ വാപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നോട് ചായയുമായിട്ട് ഇപ്പോൾ വരാനായിട്ട് ആരെങ്കിലും പറഞ്ഞു, ചായ കുടിക്കാനായിട്ട് ഒരു സമയമുണ്ട്, അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ സുബൈദ അങ്ങ് വഴക്കുറയുകയാണ്. അന്നേരം സുബൈദ അങ്ങ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നസീർ ആ ചായ എടുത്ത് ബോസാറിന് കൊടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് നസീർ ചായ എടുക്കുന്നുണ്ട്, ബോസിനും നസീറിൻ്റെ പാപ്പയ്ക്കും കൊടുക്കുകയാണ്. സുബൈദ അങ്ങ് താഴേക്ക് പോകുന്നുണ്ട്. അന്നേരം കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ഒരു ചതി ഉണ്ടായാലും പിന്നെ എന്താ ചെയ്യുക, ഇവളെ ഒറ്റ ഒരുത്തി കാരണം ചെയ്ത ഒരു ബുദ്ധിമോശമാണ്, ഇവളാണ് തുറന്നു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നൂറിനെ തുറന്നു വിട്ടത്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, 2 ദിവസത്തെ സമയം കൂടി താ, ഞാൻ പെൺകുട്ടിയെ വീട്ടിൽ ഇവിടെ കൊണ്ടെത്തിക്കാമെന്ന് പറയുകയാണ്. അന്നേരം 5 ദിവസം കഴിഞ്ഞാൽ വിവാഹമാണ്, ബാക്കി കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കുകയാണ്, അറിയാമല്ലോ കാര്യങ്ങളെന്ന് പറയുകയാണ്. അന്നേരം 2 ദിവസത്തിനകം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കും, പിന്നീട് കല്യാണമൊക്കെ നടത്താമല്ലോ, നമ്മുടെ സൗഹൃദം ഇപ്പോൾ ഒന്നുകൂടി കണ്ടുമുട്ടിയല്ലോ, അപ്പോൾ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസും ഈ നസീറിൻ്റെ വാപ്പയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നസീറിന് പക്ഷേ ആകെപ്പാടെ ടെൻഷനും വെപ്രാളവും ഒക്കെ നസീർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവർ നേരത്തെ പറയുന്നുണ്ട് അനൂപ് ബാംഗ്ലൂരിലേക്ക് പോയി, അവിടെ നൂറില്ല, വേറെ എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്താമെന്ന്. നസീർ മനസ്സിൽ കരുതുകയാണ്, അവള് അവൻ്റെ കൂടെ പിന്നെ ബാംഗ്ലൂരിലില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ കുടുംബശ്രീ വീട്ടിൽ തന്നെ കാണാം, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നിങ്ങനെ മനസ്സിൽ നസീർ അങ്ങനെ ഉറപ്പിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ സത്യയും പപ്പയും ട്രിപ്പൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അന്നേരം വിഷ്ണു അടുത്തിരിക്കുന്നുണ്ട്, ശാലിനി അടുത്തിരിക്കുകയാണ്. അന്നേരം ഇപ്പോൾ തീരും, നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം നഴ്സ് വരുന്നുണ്ട്, 2 പേരുടെയും പനിയൊക്കെ നോക്കുകയാണ്. അന്നേരം ഡോക്ടർ എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ വരേണ്ട സമയം ഉണരുമ്പോൾ ഈ ഗുളികകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നഴ്സ് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഇരിക്കുമ്പോൾ ഡോക്ടർ എത്തേണ്ട സമയമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിയ്ക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്, 2 പേരെയൊക്കെ പരിശോധിക്കുകയാണ്, ചെക്ക് ചെയ്യുന്നുണ്ട്, പനിയൊക്കെ നോക്കുന്നുണ്ട്, കണ്ണൊക്കെ പിടിച്ച് തുറന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല, ബോഡി കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടികളെയും കൊണ്ടൊരു യാത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. ഇന്നൊരു ദിവസം ഇവിടെ കിടക്കുന്നതാണ് നല്ലത്, എന്നിട്ട് നാളെ പോകുന്നതാണ് നല്ലത്, പക്ഷേ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ വിഷമിക്കുകയാണ്, ശാലിനി വിഷമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി പറയുന്നുണ്ട്, നമുക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ ഡിസ്ചാർജ് എഴുതാം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട ഡോക്ടർ, ഇന്ന് ഇവരിവിടെ തങ്ങട്ടെ, ഈ അത്യാവശ്യമുള്ള കാര്യത്തിന് ഞാൻ പോയാലും മതി എന്ന് പറയുമ്പോൾ എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി ചോദിക്കുകയാണ്, പിന്നെ അതെങ്ങനെ ശരിയാവും ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇന്നിവിടെ നിൽക്കുക, ഇന്നിവിടെ കിടന്നിട്ട് കുട്ടികളെയും കൊണ്ടൊരു യാത്ര ശരിയാവില്ല, നമ്മുടെ മക്കളല്ലേ, അപ്പോൾ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം പോകാമെന്ന് പറയുമ്പോൾ വിഷ്ണുവായിട്ട് എങ്ങനെ പോകുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ആദ്യം വീട്ടിലേക്ക് പോകണം, അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ അവിടെ തന്നെ പോകാം, എന്നിട്ട് എൻ്റെ പ്രശ്നങ്ങളിലേക്ക് തലവെക്കുന്നുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു 2 കുട്ടികളെ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് സത്യയുടെ അടുത്തേക്ക് നിന്നിട്ട് തലയിലൊക്കെ തലോടിയിട്ട് നെറ്റിയിലേക്കൊരു മുത്തം കൊടുക്കുന്നുണ്ട്. അതേപോലെ പപ്പിയുടെ അടുത്തേക്കും ചെന്ന് തലോടി നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുകയാണ്. ആകപ്പാടെ ഒരു സങ്കട സീനാണത് കാണിക്കുന്നത്. എന്നിട്ട് ശാലിനിയുടെ കൈ പിടിക്കുന്നുണ്ട്, മക്കൾ ഉണരുമ്പോൾ പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ ശബ്ദം ഇടറുകയാണ്. എന്നിട്ട് ശാലിനിയും ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലേക്ക് വിഷ്ണു ഒരു മുത്തം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇറങ്ങുകയാണ്. പക്ഷേ വാതിൽക്കൽ എത്തിയിട്ട് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞ് കുട്ടികളെയും ശാലിനിയും ഒക്കെ നോക്കുന്നുണ്ട്. ഒരു യാത്ര പറച്ചിൽ സീൻ എന്ന പോലെയാണ് അവിടെ കാണിക്കുന്നത്. അന്നേരം ഇപ്പം എങ്കിലും പോയാലേ പാതിരാത്രി എങ്കിലും അങ്ങ് എത്തത്തുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതനുസരിച്ച് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ 2 കുഞ്ഞുങ്ങളുടെ അടുത്തും കട്ടിലേക്ക് മാറി മാറി ഇരിക്കുന്നുണ്ട്, നെറ്റിയിലേക്ക് മുത്തോ കൊടുക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ആകെ വിഷമിച്ചൊക്കെയാണ് വിഷ്ണു വണ്ടി ഓടിച്ച് പോകുന്നത്. ഇതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ നൂറാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അനൂപുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം ഇവിടെ ഇരിക്കുകയാണോ, രാവിലെ മുതൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഈ പാല് കുടിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം ഞാനങ്ങനെ പാലൊന്നും കുടിക്കുന്ന ശീലമില്ല എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് കുടിച്ചെന്നും പറഞ്ഞ് ചത്തൊന്നും പോവില്ല, അങ്ങോട്ട് കഴിച്ച് ഈ ശാരദാമ്മയുടെ വീട്ടിൽ ആരെങ്കിലും നിന്നാൽ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര കർക്കശക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്.
ഈ സമയത്ത് നസീർ ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഉമ്മറ വാതിൽക്കലൊക്കെ വന്നിങ്ങനെ നോക്കിയിട്ട് ജനലിൽ കൂടി അപ്പുറത്തെ സൈഡിലേക്ക് മാറുകയാണ്, ജനലിൻ്റെ സൈഡിലേക്ക് മാറുന്നുണ്ട്. ഈ നൂറാണെങ്കിൽ പാലിങ്ങനെ കുടിക്കാനായിട്ട് വെക്കുമ്പോൾ നേരെയുള്ള ജനലിൻ്റെ അപ്പുറത്ത് നസീർ വന്ന് നിൽക്കുന്നുണ്ട്. അവർ പരസ്പരം കാണുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പിന്നെ നസീറിനെ കണ്ടിട്ട് നൂറിൻ്റെ കയ്യിൽ നിന്ന് ആ പാൽ ഗ്ലാസ് അങ്ങ് താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടുകയാണ്. അന്നേരം ഡി എന്ന് വിളിച്ചുകൊണ്ട് നസീർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നസീർ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് മാറുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഓടി വരുന്നുണ്ട്, ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേ ജനലിൻ്റെ അപ്പുറത്ത് നസീർക്ക് എന്നെ കൊല്ലാനാണ് വന്നതെന്ന് പറയുമ്പോൾ എവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ജനലിൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അന്നേരം നസീർ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. അന്നേരം തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ജനൽ പിടിച്ചങ്ങ് അടയ്ക്കുന്നുണ്ട്. അന്നേരം ഇല്ല, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്, എന്നെ കൊല്ലുമെന്ന് പറയുകയാണ്. അന്നേരം ഇത് ശാരദയുടെ വീടാണ്, 3 പെൺമക്കളെയും കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞതാണ്, അകത്തേക്ക് ആരും അങ്ങനെ കയറില്ല, കടക്കണമെന്നുണ്ടെങ്കിൽ വാതിൽ പൊളിച്ചേ അവനകത്ത് കയറുകയുള്ളൂ, അങ്ങനെ കയറിയാൽ അതിനു മുന്നേ ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മോളകത്ത് റൂമിൽ പോയി കടച്ചിരുന്നു. അവിടേക്ക് ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം നസീർ ആണെങ്കിൽ അടുക്കളയുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് വാപ്പയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൾ ശാരദാമ്മയുടെ കുടുംബശ്രീ വീട്ടിലുണ്ട് വാപ്പ, ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ എങ്കിൽ ഹലാക്ക് പിടിച്ച പെണ്ണിനെ വലിച്ചു കെട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരാ, ഇന്നത്തോടുകൂടി അവളുടെ ഓട്ടം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവളെയും കൊണ്ടേ വരൂ വാപ്പ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ അടുക്കളയിൽ പോയി ഒരു വെട്ടുകത്തി എടുത്തിട്ട് ഈ അടുക്കള വാതിൽ ഇങ്ങനെ തുറക്കാൻ വരുമ്പോൾ നസീർ കാണുന്നുണ്ട്. അന്നേരം നസീർ മറു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഒക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് ശാരദാമ്മ തിരിച്ചങ്ങ് അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്തൊക്കെ വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓടിച്ച് വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ശാരദാമ്മയെ പുറത്തിറങ്ങി നോക്കുമല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ അപ്പുറ സൈഡിലേക്കൊക്കെ നോക്കുന്ന ആ ഒരു ടൈമിൽ നസീർ ആണെങ്കിൽ ശാരദാമ്മ തുറന്ന വാതിലിനകത്തുകൂടി അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അത് ശാരദാമ്മ കാണുന്നില്ല. എന്നിട്ട് ശാരദാമ്മ അവിടെയൊക്കെ നോക്കിയിട്ട് ആരും ഇല്ല എന്ന് കാണുമ്പോൾ ശാരദാമ്മയും അകത്ത് കയറിയിട്ട് ആ വാതിലങ്ങ് അടയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ തിരിച്ചകത്തേക്ക് ചെല്ലുമ്പോൾ നൂറാണെങ്കിൽ ആ പാൽ ഗ്ലാസ് വീണ കുപ്പി ചില്ലും പാലൊക്കെ തുടച്ചു മാറ്റുന്നുണ്ട്. അന്നേരം അവിടെ എങ്ങും ആരുമില്ല, നമ്മൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഉമ്മറ വാതിൽ തുറന്നിട്ട് അങ്ങ് വെളിയിലേക്ക് പോയി നോക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങ് അകത്തേക്ക് കയറി കഥ അങ്ങ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തേക്കൊക്കെ നോക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് നസീർ അകത്തേക്ക് വരുന്നുണ്ട്, നൂറിനെ കാണുന്നുണ്ട്. എന്നിട്ട് പുറകിൽ നിന്നും വാ പൊത്തി പിടിക്കുകയാണ്. അന്നേരം നൂറ് പെട്ടെന്ന് കൈതട്ടി മാറ്റിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നസീറിനെ കാണുന്നുണ്ട്. അന്നേരം നിങ്ങൾ എൻ്റെ മയ്യത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് നസീർ പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ നസീറിനെ ഒരുവിധം തള്ളി മാറ്റിയിട്ട് നൂറ് റൂമിനകത്തേക്ക് കയറിയിട്ട് വാതിലടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വാതിൽ അവിടെ നിന്നും തള്ളി തുറന്ന് അകത്തേക്ക് പിന്നെ നസീർ കയറുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വാടി, നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വീണ്ടും റൂമിൽ നിന്നും പിടിച്ച് വലിച്ച് ആ തളത്തിനടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നൂറിനെ വെളിയിലേക്ക് ആ വന്ന വാതിൽ കൂടി വെളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പക്ഷേ നൂറ് പെട്ടെന്ന് ശാരദാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അപ്പുറത്തൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരികയാണ്. അന്നേരം അവളെ വിടടാന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്നിട്ട് വെട്ടുകത്തി ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. പക്ഷേ നസീർ കൈക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പിന്നെ അന്നേരം കുറച്ച് പിടിവലിയൊക്കെ ആകുമ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി വാക്കത്തി അങ്ങ് താഴേക്ക് കസേര അടിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയെ പിടിച്ചൊരൊറ്റ തള്ളുകയാണ്. അന്നേരം ശാരദാമ്മ ഭിത്തിയിലേക്ക് ചെന്ന് തലയിടിക്കുന്നുണ്ട്. താഴേക്ക് ബോധം കെട്ട് ശാരദാമ്മ അങ്ങ് വീഴുന്നുണ്ട്. തുടർന്ന് പിന്നെ നൂറിനെ വീണ്ടും കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമമാണ്. അന്നേരം ശാരദാമ്മ നേരത്തെ അവിടെ അകത്തേക്ക് വാതിൽ തുറക്കുന്ന ആ ഒരു സമയത്ത് ഗോപാലകൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ വീട്ടിനകത്തേക്ക് ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഈ നസീർ ആണെങ്കിൽ ഈ നൂറിനെ ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ പിറകിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വന്ന് നസീറിന് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അന്നേരം നസീർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നൂറ് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം എൻ്റെ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കയറി വന്ന അധികാരം കാണിക്കുന്നോടാന്ന് പറഞ്ഞിട്ട് നസീറിനെ പൊതിരെ തല്ലുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം നൂറ് ഒരു നിമിഷം നോക്കി നിന്നിട്ട് പെട്ടെന്ന് നൂറ് റൂമിനകത്തേക്ക് പോയി കതവടച്ചിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ബോധം വീണിട്ടില്ല. അന്നേരം നസീറിനെ നന്നായിട്ട് ഗോപാലകൃഷ്ണൻ തല്ലുന്നുണ്ട്. എന്നിട്ട് നസീറും തിരിച്ചു തല്ലാനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണനാണ് ഒരുപാട് തല്ല് നസീറിന് കൊടുക്കുന്നത്. അവസാനം ഗോപാലകൃഷ്ണൻ്റെ കഴുത്തിന് ഇങ്ങനെ നസീർ കുത്തിപ്പിടിക്കുന്നുണ്ട്. താനെന്നെ തല്ലിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയ്ക്ക് ബോധം തെളിയുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടുകൊണ്ടാണ് ശാരദാമ്മ ഇങ്ങനെ ഉണരുന്നത്. അന്നേരം ഗോപാലേട്ടാന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ചാടി എഴുന്നേറ്റ് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നീ മാറി നിൽക്ക് ശാരദ, ഇവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആകുമ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഈ നസീറിന് ഒരു തള്ളു കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ തളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാലങ്ങ് ഉയർന്നിട്ട് നസീർ അങ്ങ് അകത്തേക്ക് ചെന്ന് വീഴുകയാണ്. അവിടുത്തെ ആ കല്ലിൽ അങ്ങ് തലയിടിക്കുന്നുണ്ട്. തലയിടിച്ച് ഇങ്ങനെ വീണ് ആ ഒരു മരണം എന്ന പോലെ തന്നെയാണ്, ഇങ്ങനെ ബോധവറ്റി ഇങ്ങനെ കിടക്കുന്നു. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നു, ഗോപാലകൃഷ്ണനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മരണം നൂറ് കണ്ടില്ല, ശാരദാമ്മയും ഗോപാലകൃഷ്ണനും മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇനിയാണ് ഇവർ നോക്കുമ്പോൾ മരിച്ചു എന്ന് മനസ്സിലാകുന്നതും നമ്മളൊന്നും ചെയ്തതല്ല, അവൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചതല്ലേ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നതും. ഈ സമയത്ത് വിഷ്ണു അവിടെ മുറ്റത്ത് വരികയൊക്കെ ചെയ്യും. പക്ഷേ അതിനോടകം ഒരു ബോഡി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. മാറ്റുമായിരിക്കും പിന്നീട്. പക്ഷേ നൂറിനെ അവർ പോലീസ് വന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യും. പക്ഷേ നസീറിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകും, എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. മിക്കവാറും ഗോപാലകൃഷ്ണനൊക്കെ ചേർന്ന് ബോഡി മാറ്റുകയായിരിക്കും ചെയ്യുന്നത്, ഇവർ ഒന്നും അറിയാത്ത പോലെ. പക്ഷേ ശാരദാമ്മയുടെ മനസ്സിൽ നിൽക്കുമോ ഇല്ലതോ, എങ്ങനെ സത്യങ്ങൾ പിന്നീട് പുറത്തു വരും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അത് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്